Hey Siri. Everything you want to know about Apple. Hi everyone. This is Abin from Evika. അങ്ങനെ നമ്മുടെ iOS 16ന്റെ പബ്ലിക് ബീറ്റ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു ബീറ്റ നമ്മുടെ ഡിവൈസിൽ ജെന്യുവനായിട്ട്, അതായത് ആപ്പിളിൻ്റെ ഒഫീഷ്യൽ പരമായിട്ട് നമ്മളെങ്ങനെ നമ്മുടെ iOS ഡിവൈസിൽ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് ഞാൻ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. കാരണം ആപ്പിൾ റിലേറ്റഡായ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും ന്യൂസും എല്ലാം നിങ്ങൾക്കറിയാമെങ്കിൽ നമ്മുടെ ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അപ്പോൾ iOS 6ൻ്റെ പബ്ലിക് ബീറ്റ പ്രൊഫൈലിൽ നമ്മൾ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ ഡിവൈസിൽ നമ്മൾ സഫാരിയിലേക്ക് പോവുക. അവിടുന്ന് നമ്മൾ ആദ്യം beta.apple.com എന്ന് സെർച്ച് ചെയ്യുക. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് നമ്മുടെ ആപ്പിളിൻ്റെ ബീറ്റ സോഫ്റ്റ്വെയർ പ്രോഗ്രാമിലേക്ക് പോകാൻ പറ്റും. ഇവിടെ നമുക്ക് കാണാൻ പറയാം നമ്മുടെ ഐഫോൺ, അതേപോലെ ആപ്പിൾ വാച്ച്, ഐപാഡ്, മാക്ക്, ഈ പറഞ്ഞ എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെയും ബീറ്റ സോഫ്റ്റ്വെയർ നമുക്കിവിടെ കിട്ടും. ഇപ്പോൾ നിങ്ങൾ ഒരു ആപ്പിൾ സോഫ്റ്റ്വെയറിൻ്റെ ആ ഒരു OS ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ആ ഒരു പ്രോഗ്രാം നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഓപ്ഷൻ നമ്മൾ ടാപ്പ് ചെയ്യുക. ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ആപ്പിൾ ID വെച്ചായിരിക്കും നമ്മൾ ഈ ഒരു കാര്യങ്ങളെല്ലാം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നമ്മുടെ ഡിവൈസിൽ ആപ്പിൾ ID സൈൻ ഇൻ ചെയ്യാനായിട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസ് ID ഉപയോഗിച്ച് നമുക്കതൊന്ന് സ്കാൻ ചെയ്യാം. നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചും ഈ ഒരു കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകും. നമ്മുടെ ഇൻ്റർനെറ്റ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും. നമ്മുടെ ഇൻ്റർനെറ്റ് സ്ലോ ആണെങ്കിൽ നമുക്ക് കുറച്ച് സമയം എടുക്കും നമ്മുടെ ആ ഒരു ബീറ്റ സോഫ്റ്റ്വെയർ പ്രൊഫൈൽ ഓപ്പൺ ആവാൻ. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഗൈഡ് ഫോർ പബ്ലിക് ബീറ്റാസ് എന്ന് പറഞ്ഞൊരു പേജ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് iOS, iPadOS, macOS, tvOS, watchOS, അതേപോലെ ഹോം പോഡ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെയും കറക്റ്റായിട്ടുള്ള ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കാറ്റഗറി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഐപാഡിലേക്കാണ് നിങ്ങൾക്കത് വേണ്ടെങ്കിൽ ഐപാഡിന് ഓപ്ഷൻ എടുക്കുക. മാക് വെഞ്ചൂറാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ macOS എന്ന ഓപ്ഷൻ നിങ്ങൾ എന്തായാലും കറക്റ്റായിട്ട് അത് സെലക്ട് ചെയ്യുക. നമുക്കിവിടെ വേണ്ടത് iOS ആണ്. നമ്മുടെ iOS 16ൻ്റെ ആ ഒരു ബീറ്റ പ്രൊഫൈലിൻ്റെ എൻറോൾമെൻറ്റ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ നമ്മുടെ കറക്റ്റ് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ ആപ്പിൾ ഡിവൈസിൽ നമ്മുടെ iOS 16 ബീറ്റ പബ്ലിക് ബീറ്റ നമുക്ക് എൻറോൾ ചെയ്യണമെങ്കിൽ ഇവിടെ എൻറോൾ യുവർ iOS ഡിവൈസ് ഉണ്ടാകും. അവിടെ നമ്മൾ ടാപ്പ് ചെയ്യുക. നമ്മുടെ ഡിവൈസ് അപ്പോൾ വേറൊരു പേജിലേക്ക് ഓട്ടോമാറ്റിക്കലി റീഡയറക്റ്റ് ആവും. ഇവിടെ നമുക്ക് കുറച്ചധികം സ്റ്റെപ്സ് നമ്മുടെ ആപ്പിൾ ബീറ്റ പ്രൊഫൈലിൽ നമുക്ക് തരുന്നുണ്ട്. ഒന്നാമത്താണ് ആർക്കൈവ് എ ബാക്കപ്പ്. നമ്മുടെ ആ ഒരു ഐഫോണിലുണ്ടാകുന്ന എല്ലാ ഡാറ്റാസും നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ iCloud അക്കൗണ്ടിലേക്കോ ബാക്കപ്പ് ചെയ്യാനാണ് ആദ്യം അവർ ഇൻസ്ട്രക്ഷൻ തരുന്നത്. രണ്ടാമതാണ് ഇൻസ്റ്റാൾ പ്രൊഫൈൽ. മൂന്നാമതാണ് അപ്ഡേറ്റ് യുവർ iOS ഡിവൈസ്. നമ്മുടെ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്താൽ രണ്ടാമത്തെ സ്റ്റെപ്പാണ് നമ്മുടെ ഡൗൺലോഡ് പ്രൊഫൈൽ എന്ന ഓപ്ഷൻ. ഈ ഒരു ഡൗൺലോഡ് പ്രൊഫൈൽ എന്ന ഓപ്ഷൻ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് ഒരു പോപ്പപ്പ് മെസ്സേജ് വരും. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡിവൈസിൽ ഈ ഒരു ബീറ്റ പ്രൊഫൈൽ ഇൻസ്റ്റാൾ ചെയ്യട്ടെ എന്നാണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ അടുത്ത് ഇവിടെ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ദിസ് വെബ്സൈറ്റ് ഈസ് ട്രൈങ് ടു ഡൗൺലോഡ് എ കോൺഫിഗറേഷൻ പ്രൊഫൈൽ, ഡു യു വാണ്ട് ടു അലോ ദിസ് എന്ന്. അപ്പോൾ നമ്മുടെ ഈ ഒരു ആൻസർ അലോ എന്നായിരിക്കണം. ഇപ്പോൾ ഞാനിവിടെ ഇഗ്നോർ ചെയ്യുന്നത് എൻ്റെ ഡിവൈസിൽ ഓൾറെഡി ഞാൻ നമ്മുടെ ഡെവലപ്പർ ബീറ്റയുടെ പ്രൊഫൈൽ ആഡ് ചെയ്തുകൊണ്ട് മാത്രമാണ്. നിങ്ങൾ ആ ഒരു ഓപ്ഷനിൽ അലോ ആണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ സെറ്റിങ്സിൽ പോയി കഴിയുമ്പോൾ നമ്മളൊരു പുതിയ പ്രൊഫൈൽ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളിവിടെയായിട്ട് പ്രൊഫൈൽ ഡൗൺലോഡർ എന്ന് കാണിക്കും. അവിടെ കാണിച്ചില്ലെങ്കിൽ നമ്മൾ നേരെ സെറ്റിങ്സിൽ ജനറൽ പോയിട്ട് താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇവിടെ VPN ആൻഡ് ഡിവൈസ് മാനേജ്മെൻറ്റ് എന്ന ഓപ്ഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ iOS 16ൻ്റെ പബ്ലിക് ബീറ്റയുടെ ആ ഒരു പ്രൊഫൈൽ ഇവിടെ ഉണ്ടാകും. അവിടെ ടാപ്പ് ചെയ്യുക. ഇവിടെ ഇൻസ്റ്റാൾ എന്ന ഓപ്ഷൻ ആയിരിക്കും കാണിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഡിവൈസിൽ iOS 16ൻ്റെ ഡെവലപ്പർ ബീറ്റ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് റിമൂവ് പ്രൊഫൈൽ എന്ന് കാണിക്കുന്നത്. ഒരു പുതിയ ഒരാൾ
iOS 6ൻ്റെ പബ്ലിക് ബീറ്റ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇൻസ്റ്റാൾ എന്നായിരിക്കും കാണിക്കുന്നത്. അവിടെ ഇൻസ്റ്റാൾ എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് അവർ ചോദിക്കും നമ്മുടെ ഡിവൈസ് റീബൂട്ട് ചെയ്യട്ടെ എന്ന്. അപ്പോൾ നമ്മൾ റീബൂട്ട് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. റീബൂട്ട് ചെയ്ത് നമ്മുടെ ഡിവൈസ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റിങ്സിലേക്ക് പോവുക. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ജനറൽ പോവുക. സോഫ്റ്റ് വേർഷൻ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ iOS 16ൻ്റെ പബ്ലിക് ബീറ്റയുടെ പ്രൊഫൈൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വരും. നമ്മുടെ നോർമൽ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ iOS 16ൻ്റെ പബ്ലിക് ബീറ്റ 1 നമുക്ക് ഏകദേശം വരുന്നത് 5 GB വരുന്ന ഒരു വലിയ ഫയലായിട്ടാണ്. ആ ഒരു ഫയൽ സൈസ് നമ്മുടെ പുതിയൊരു OS ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്തായാലും വരും. അപ്പോൾ നമ്മുടെ iOS 6ൻ്റെ കുറേയധികം ഫീച്ചേഴ്സും അതേപോലെ മാറ്റങ്ങളുടെ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫുൾ ഫ്ലഷ് ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ ഈ കാണുന്ന എല്ലാ വീഡിയോയുടെയും ഷെയർ ബട്ടണിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ iOS 6ൻ്റെ പബ്ലിക് ബീറ്റ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുള്ളായി അതേപോലെ ഇഷ്ടപ്പെടുന്നു വരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് അവർക്കൊരു പുതിയ ഇൻഫർമേഷൻ തന്നെയായിരിക്കും. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതേപോലുള്ള ആപ്പിൾ റിലേറ്റഡ് ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും ന്യൂസും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അതേപോലെ ആ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയും അത് മറന്നു പോകാതെ കാണുകയും ചെയ്യും. പിന്നീട് ഞാൻ നിങ്ങളെ ഒന്നുകൂടെ നമ്മുടെ ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയുടെ കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം നമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി നമ്മുടെ ആപ്പിളിൻ്റെ കുറേ ന്യൂസുകൾ അറിയണം. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നത്. Go follow me in Instagram. And thank you so much for watching this whole video. This is Abin Xavier signing from Adobe Pr.